നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കാരുണ്യത്തിന്റെ മനുഷ്യത്വത്തിന്റെ ഏകമുദ്ര, അതാണ് ദുബായ് ഷേഖ്. പ്രവാസികൾ ഒന്നടക്കം പറയുന്ന ഒരേ ഒരു പേര്, അതാണ് ദുബായിയുടെ സ്വന്തം ഭരണാധികാരി. ഇപ്പോൾ ഭരണാധികാരിയുടെ ഈയൊരു ദൗത്യവും ഏറെ വാർത്തയായി മാറിയിരിക്കുകയാണ്. കാരുണ്യത്തിനായി ദുബായ് ഷേഖ് കച്ചകെട്ടി ഇറങ്ങിയപ്പോൾ വെറും 1 മണിക്കൂർ സമാഹരിച്ചത് 176 കോടി രൂപയാണ്. പ്രമുഖ ബ്രിട്ടീഷ് ഈജിപ്ത് ഹൃദ്രോഗ വിദഗ്ധനായ പ്രൊഫസർ മഗ്ദി യാക്കൂബിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ ഹാർട്ട് ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്നതിനായി 1 മണിക്കൂറിനുള്ളിൽ 88 മില്യൺ ദിർഹം സമാഹരിച്ച് ദുബായ് ചരിത്രത്തിൽ ഇടം പിടിക്കുകയുണ്ടായി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. 40,000 ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയയും 2000-ലധികം ഹൃദയം മാറ്റിവെപ്പ് ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ് മഗ്ദി യാക്കൂബ്. ദുബായ് കൊക്കക്കോള അറീനയിൽ തടിച്ചുകൂടിയ പുരുഷാരവങ്ങൾക്കിടയിൽ നിന്ന് ഈജിപ്തിൽ സ്ഥാപിക്കുന്നതിന് ഉദ്ദേശിക്കുന്ന ഹൃദയ കേന്ദ്രത്തിന് സഹായം ഷെയ്ഖ് മുഹമ്മദ് അഭ്യർത്ഥിച്ചപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ 44 മില്യൺ ദിർഹമാണ്, അതായത് 88 കോടിയോളം രൂപയാണ് സമാഹരിക്കാനായത്. ഇതിൽ മലയാളികളായ ഇന്ത്യക്കാരെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, ജെംസ് ഗ്രൂപ്പ് ചെയർമാൻ സണ്ണി വർക്കി എന്നിവരും ഉൾപ്പെടുന്നു. 3 മില്യൺ ദിർഹം വീതമാണ്, അതായത് 6 കോടിയോളം വരുന്ന രൂപയാണ് ഇരുവരും സ്വദേശികളായ പ്രമുഖരോടൊപ്പം ഈ ഉദ്യമത്തിനായി നൽകിയത്. ആകെ സമാഹരിച്ച 44 മില്യൺ ദിർഹത്തോടൊപ്പം 44 മില്യൺ കോടി സംഭാവന ചെയ്ത് ഷെയ്ഖ് മുഹമ്മദ് ആളുകളെ വിസ്മയിപ്പിച്ചു. ഇതോടെ ഏറ്റവും ചെറിയ സമയത്തിനുള്ളിൽ ഒരു ആതുരാലയം പണിയുന്നതിനായി 88 മില്യൺ ദിർഹം, അതായത് 176 കോടി രൂപ സമാഹരിച്ച് ദുബായ് ലോകത്തിന് മാതൃകയായി മാറി. പ്രവർത്തനം ആരംഭിക്കുന്നതിനോടുകൂടി വർഷത്തിൽ 12,000 ഹൃദയ ശസ്ത്രക്രിയ നടത്തുവാൻ കഴിയുന്ന വിധത്തിലാണ് ആശുപത്രി പണിയുന്നത്. ഇതിൽ 70% കുട്ടികൾക്കായാണ്. തീർത്തും സൗജന്യമായാണ് ഈ ആശുപത്രിയിൽ നിന്നും ചികിത്സ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഫിഗർ ഓഫ് ഹോപ്പ് വ്യക്തിത്വങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ട MA യൂസഫ് അലി, സണ്ണി വർക്കി എന്നിവരുൾപ്പെടെയുള്ളവരെ ഷെയ്ഖ് മുഹമ്മദ് ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ആദരിക്കുന്നതിനായി 2017-ലാണ് അറബ് ഹോപ്പ് മേക്കർ എന്ന ആശയം ഷെയ്ഖ് മുഹമ്മദ് പ്രഖ്യാപിച്ചത്. 38 രാജ്യങ്ങളിൽ നിന്നായി 1,00,000-ലധികം നാമനിർദ്ദേശങ്ങളായിരുന്നു 2020-ലെ അറബ് ഹോപ്പ് മേക്കേഴ്സിൽ ലഭിച്ചത്. ആഫ്രിക്കയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് UAE സ്വദേശിയായ അഹമ്മദ് അൽ ഫലാസി അറബ് ഹോപ്പ് മേക്കർ അവാർഡിന് അർഹനായി മാറിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.